അല്ലാമ ശിബലി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. അദ്ദേഹത്തോട് ഭൂമി സംസാരിച്ചിട്ടുണ്ട്. അത്രയും വലിയ മഹാൻ. ഭൂമി സംസാരിക്കൽ വലിയ വിഷയമല്ല. ഭൂമി സംസാരിച്ചോണ്ട് ഇപ്പോൾ പക്ഷെ നമ്മുടെ ചെവിക്കത് കേൾക്കുന്നില്ല. മഹാനവരുടെ ചെവിക്കാൻ കഴിവ് വന്നു കൊടുത്തു. ഭൂമി സംസാരിക്കുന്നത് കേൾക്കാനുള്ള കഴിവ് അള്ളാഹു നൽകിയ വലിയ മഹാനാണ് അല്ലാമ ശിബലി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ നടന്നു പോകുമ്പോ ഭൂമി ശിബലി ബാബിനെ വിളിച്ചു പറഞ്ഞു, യാ ശിബലി കുൻ മിഥിലി. ഭൂമിയുടെ യാ ശിബലി കുൻ മിഥിലി, ഓ ശിബലി നീ എന്നെ പോലെ ആകണമെന്നാ, നീ എന്നെ പോലെ ആകണേ ശിബലി എന്നൊരു ഉപദേശം. ഭൂമി നല്ല ഭയങ്കര സാധനം. ഭൂമി ഭയങ്കര പാവം. നമ്മ ഈ ചവിട്ടുന്നു തുള്ളുന്നു അതിന് എന്തെല്ലാം ചെയ്യുന്നു എന്നെങ്കിലും നമ്മളെ തിരിച്ചത് വേദനിപ്പിക്കുന്നുണ്ട്. ഭയങ്കര തവാദമാണ്, ഭയങ്കര താഴ്മയുടെ അള്ളാഹുവിന്റെ ഒരു പടപ്പാണ് ഭൂമി എന്ന് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്താലും അത് തിരിച്ചിങ്ങോട്ടൊന്നും ചെയ്യൂ, എനിക്ക് വേദനിക്കുന്നുണ്ട് അല്ലെ. മലക്കുൽ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ റൂഹ് പിടിക്കുന്ന ഡ്യൂട്ടി കിട്ടിയത് എന്തുകൊണ്ടാണ്? പിന്നീട് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു തആല പറഞ്ഞയച്ചു, ജിബ്രീൽ പോയിട്ട് കുറച്ച് ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹു ഏൽപ്പിച്ചു. അള്ളാഹു ഏൽപ്പിച്ചത് പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിന്റെ അടുത്ത് വന്നു. അപ്പൊ മണ്ണ് തോണ്ടാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഭൂമി കരിഞ്ഞു. വേദനിക്കുന്നതല്ല, ഭൂമിയുടെ മണ്ണ് തോന്നും. നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും ഭാഗത്തിന് എന്തെങ്കിലും നമുക്ക് വേദനിക്കും പോലെ ഒരു അള്ളാഹിന്റെ പടപ്പല്ലേ വേദനിക്കുന്നത്. അത് കരയാൻ തുടങ്ങിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിന് സങ്കടമായി. അള്ളാഹിന്റെ അടുത്ത് തിരിച്ചു പോയി, പഠിച്ചോനെ എന്നോട് പറ്റൂല, ഭൂമി കരയുന്നുണ്ട്. മീകായിൽ അയച്ചു രണ്ടാമത്. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ ഭൂമി കരഞ്ഞു. ഇതിനപ്പോ തിരിച്ചു പോയി. മൂന്നാമത് അസ്രായീൽ അലൈഹിസ്സലാമിനെ അയച്ചു. അസ്രായീൽ അലൈഹിസ്സലാം വന്നപ്പോ കരയാൻ തുടങ്ങി ഭൂമി. അപ്പൊ അസ്രായീൽ അതൊന്നും നോക്കിയില്ല. എന്റെ റബ്ബ് പറഞ്ഞ കരയുന്നാക്കില്ല, അത് എന്നോട് എനിക്ക് നോട്ടില്ല. അസ്രായീൽ അലൈഹിസ്സലാം കുറച്ച് മണ്ണ് തോണ്ടിട്ട് കൊണ്ടു. അപ്പൊ അള്ളാഹു തആല അസ്രായീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എന്റെ ആ സൃഷ്ടികളുടെ റൂഹ് പിടിക്കാൻ പറ്റിയ ആണെന്ന് ഞാൻ, അതുകൊണ്ട് ആ ഡ്യൂട്ടി നിൽക്കാം അല്ലെ. ചെറിയ മക്കൾ പിടിക്കേണ്ടി വരും, ചിലപ്പോ ചെറിയ ചെറുപ്പക്കാരെ കൊണ്ടുപോകേണ്ടി വരും, ചിലപ്പോൾ ഉഷാറുള്ള ആൾ പെട്ടെന്ന് കൊണ്ടുപോകേണ്ടി വരും. അപ്പൊ ജിബ്രീൽ നിൽക്കാൻ എന്ന് പറ്റൂല, കാരണം അവർക്ക് സങ്കടം ഭയങ്കര കൂടുതൽ. അസ്രായീൽ ഭയങ്കര കുറച്ച് സ്ട്രോങ് ആണ്. അതൊന്നും ഇല്ല, അള്ളാന്റെ കൽപ്പന എന്തുണ്ടാ അത് ചെയ്യാനുണ്ട്. അയാൾ പറഞ്ഞെന്നറിയോ, ഭൂമി കരയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ആ സംസാരം കേൾക്കാൻ അള്ളാഹു കഴിവ് കൊടുത്ത മഹാനായിരുന്നു സയ്യിദുനാ അല്ലാമ ശിബ്ലി റളിയല്ലാഹു അൻഹു. അടുക്കും പറഞ്ഞു, യാ ശിബ്ലി കുൻ മിഥിലി. ശിബ്ലി ബാബു തിരിഞ്ഞു നോക്കി, ആരും പറയുന്നത് എന്നോട് ഇങ്ങനെ പറയുന്നത്. അത് കൂട്ടാക്കില്ല. രണ്ടാമത് പോയി, കുറച്ച് മുമ്പ് രണ്ടാമത് പറഞ്ഞു, യാ ശിബ്ലി കുൻ മിഥിലി, ഓ ശിബ്ലി നീ എന്നെ പോലെ ആവണോ. രണ്ടാമത് നോക്കി, ഞമാരുടെ ആരെങ്കിലും പറഞ്ഞു നോക്കുമല്ലോ, ആരും വിളിക്കുന്നത് ഇല്ല. രണ്ടാമത് കണ്ടില്ല. മൂന്നാമത് പോയി, കുറച്ച് കഴിയുമ്പോ മൂന്നാമത് കേട്ടു. കേട്ടാകുമ്പോ മനസ്സിലായി, തന്റെ കാറ്റുവട്ടിലുള്ള ഭൂമിയാണ് എന്നോട് ഇത് പറയുന്നത്. ഭൂമിയുടെ സംസാരം കേട്ട മഹാനാണ്. ആ മഹാനായ ശിബ്ലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശിബ്ലി റളിയല്ലാഹു അൻഹു ബഗ്ദാദിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം, ബഗ്ദാദിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഭ്രാന്തനായ ഒരു മനുഷ്യൻ ശിബ്ലി ഇമാമിന്റെ സദസ്സിൽ കടന്നു വന്നപ്പോ മഹാനായ ശിബ്ലി റളിയല്ലാഹു അൻഹു ഇരുത്തത്തിൽ നിന്ന് എണിച്ചിട്ട് പുറത്തു കൊണ്ടുപോയി ആ പിരാന്തനെ കൊണ്ടുവന്ന് ശിബ്ലി ഇമാമ് ദർസ് നടത്താൻ വേണ്ടിട്ട് വിരിക്കുന്ന ഒരു വിരിപ്പുണ്ട്. ആ വിരിപ്പ് വിരിച്ചു കൊടുത്ത് അതിൽ ആ മനുഷ്യനെ നിശ്ചയമാക്കി. ഭയങ്കര അത്ഭുതമാണ്. ഒരു മെട്ടനായ മനുഷ്യനെ കൊണ്ടുവന്ന ഇങ്ങനെല്ലാം ആദരിക്കും, ആരും ചോദിക്കൂലെ. അപ്പോ അവിടുത്തെ ശിഷ്യന്മാർ എന്നിട്ട് കുറച്ചു നേരം ശിബ്ലി ഇമാമും ആ പിരാന്തനായ മനുഷ്യൻ കുറച്ചെന്തോ അവരുടെ ഭാഷയിൽ സംസാരിച്ച് എന്നിട്ട് അയാളെ പോകുമ്പോ ശിബ്ലി ഇമാമ് രണ്ടാമത് എണിച്ചു കൊണ്ടുപോയി അയാളെ യാത്രയാക്കി വന്നിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, എന്റെ ഉസ്താദേ അത്തജാലു ഹാകദാ ബിഹാദ വഅഹ്ലു ബഗ്ദാദി യഖൂലൂന ഇന്നഹു ലമജ്നൂൻ. ഓ ശിബ്ലി ഇമാമേ, ഉസ്താദേ ആ മനുഷ്യനെ കൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്തത്. അയാളെ കൊണ്ടുവന്ന് അയാളെ ഇരുത്തി ഇരിക്കുന്ന വിരിപ്പ് വിരിച്ചു കൊടുത്ത് എന്നിട്ട് രണ്ടാമത് അയാളെ കൊണ്ടുപോയി അയാളെ തിരിച്ചാക്കി. ബഗ്ദാദുകാരെ മുഴുവനും അയാളെ കുറിച്ച് പറഞ്ഞത് ഇന്നഹു ലമജ്നൂൻ, ഭ്രാന്തൻ തന്നെ, ആ ഭ്രാന്തനെ കൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്തത് എന്ന് ശിബ്ലി ഇമാമിനോട് അവിടുത്തെ ശിഷ്യന്മാർ ചോദിച്ചപ്പോ ശിബ്ലി ഇമാം തങ്ങൾ പറഞ്ഞ മറുപടി എന്നറിയും, മക്കളെ നിങ്ങളെ പോലത്തെ ഇതേ ചോദ്യം ഞാൻ ഒരു ദിവസം സ്വപ്നത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിരുന്നു. ഇതേ ചോദ്യം എന്റെ ഹബീബിനോട് ഞാൻ ഒരു ദിവസം ചോദിച്ചിരുന്നു. എന്താ? മദീനത്തെ പള്ളിയിൽ മഹാനായ ശിബ്ലി ഇമാം സ്വപ്നം കാണാം. മദീനത്തെ പള്ളിയിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബാക്കൾക്ക് ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കും. സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ തങ്ങൾ, അലിയാർ തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, എല്ലാ വലിയ വലിയ സ്വഹാബത്ത് ഉള്ള സദസ്സാണ് മദീനയുടെ ദർസാണ്. റസൂലുള്ളാഹിയാണ് മുദർരിസ്. അങ്ങനെ ഹബീബായ തങ്ങൾ ആ സദസ്സിൽ ഞാനുണ്ട്. ശിബ്ലി ഇമാം പറയാം, സ്വപ്നത്തിലാണ് ആ സദസ്സിൽ റസൂലുള്ളാഹിയുടെ ദർസിൽ ഞാനുണ്ട്. അങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇതേ മനുഷ്യൻ റസൂലുള്ളാഹി തങ്ങളുടെ സദസ്സിൽ കടന്നു. മനുഷ്യൻ ഇപ്പൊ പോയ മനുഷ്യനല്ല, അയാള് മദീനയിൽ റസൂലുള്ളാഹി തങ്ങളുടെ ദർസിലേക്ക് കടന്നു വന്നപ്പോ റസൂലുള്ളാഹി തങ്ങൾ ഇരുന്ന സ്ഥലത്തിൽ നിന്ന് എണീച്ച് എന്നിട്ട് പുറത്തുപോയി
അയാളെ കൊണ്ടുവന്ന് റസൂലുള്ളാഹി തങ്ങൾ വിരിച്ച ആ വിരിപ്പ് വിരിച്ചു കൊടുത്ത് ആ ഭ്രാന്തനാടെ എഴുതി. എന്നിട്ട് റസൂലുള്ളാഹിയും അദ്ദേഹം കുറച്ചു നേരം സംസാരിച്ചു. എന്നിട്ട് കുറച്ചു നേരമോ അയാളെ രണ്ടാമത് കൊണ്ടുപോയി തിരിച്ച് യാത്ര അയച്ച് റസൂലുള്ളാഹി തങ്ങൾ വന്നപ്പോ ശിബിരിയാകുന്ന ഞാൻ ഹബീബായ തങ്ങളോട് അന്ന് ചോദിച്ചു, ബഗ്ദാദുകാര് മുഴുവനും ഭ്രാന്തൻ എന്ന് പറയുന്ന ആ മനുഷ്യനെയാണോ നബിയെ നിങ്ങൾ ഇത്രയും ബഹുമാനിച്ച് നിങ്ങളെ വിരിപ്പ് വിരിച്ചു കൊടുത്ത് അയാളെ നിങ്ങൾ ധക്കരിച്ചത് ആദരിച്ചത് എന്ന് ശിബിരിമാകുന്ന ഞാൻ ഹബീബായ തങ്ങളോട് ചോദിച്ചു. അപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞ മറുപടി എന്തറിയോ? ഓ ശിബിരി, ഇയാൾക്ക് അത്ര വലിയ ബഹുമാനം ഞാൻ കൊടുക്കാൻ കാരണം എന്തറിയോ? അയാൾ ആള് ഭ്രാന്തൻ ശരിയാണ്, നാട്ടുകാർ മുഴുവൻ ഭ്രാന്തൻ എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അയാൾക്ക് ഞാൻ വലിയ സ്ഥാനം കൊടുക്കാൻ കാരണം അയാൾ എല്ലാ ദിവസവും ഭ്രാന്തനാണെങ്കിൽ പോലും എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആനിൽ എന്റെ പേരുള്ള ഒരു ആയത്തുണ്ട്. വിവാദങ്ങൾ പറയാം, ഖുർആനിൽ എന്റെ പേരുള്ള ഒരു ആയത്തുണ്ട്. ആ ആയത്ത് എല്ലാ ദിവസവും ഒരു തവണ അയാൾ ഓതുന്ന ആളാണ്. ആ ഓതുന്നത് കൊണ്ട് അയാൾക്ക് അന്ന് കൊടുത്ത വലിയ ബഹുമാനം മനസ്സിലാക്കിയിട്ട് അയാളെ ഞാൻ തക്കരിച്ചതാണ്, കൊണ്ടുവന്നതാണ്, ഇരുത്തിയതാണ്, ആദരിച്ചതാണ്, ബഹുമാനിച്ചതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റഹമാഉ ബൈനഹും തറാഹും റുക്കഅൻ സുജ്ജദൻ യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹ് എന്ന് പറയുന്ന ആയത്ത് എല്ലാ ദിവസവും അയാൾ ഓതും. എന്നാൽ ഓതാൻ കാരണം അതിൽ റസൂലുള്ളാഹിന്റെ പേരുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പേരുള്ള ആയത്ത് പേരിനെ ബഹുമാനിച്ചിട്ട് എപ്പോഴാണ് ഓതും. ആൾ ഭ്രാന്തനാണെങ്കിലും ഈ ആയത്തോട് അത് യൂസ് ചെയ്യുക. അതുകൊണ്ട് അയാൾക്ക് ഞാൻ കൊടുത്ത ബഹുമാനമാണ്. റസൂൽ അന്ന് ചെയ്തത് കണ്ടത് ഞാൻ കണ്ടതുകൊണ്ട് ഞാനും അയാളെ ബഹുമാനിക്കുന്നു എന്ന് മഹാനായ അല്ലാമ ശിബിരി റളിയല്ലാഹു അൻഹു പറയാം. ഞാൻ പറഞ്ഞത് ആത്മാർത്ഥമായി മനസ്സറിഞ്ഞ് റസൂലുള്ളാഹിന്റെ പേര് പറയുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് വലിയ ബഹുമാനം. ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്, അടുത്ത വരുന്നത് വെള്ളിയാഴ്ച രാത്രിയാണ്, സ്വലാത്തിന്റെ രാത്രിയാണ്. എത്രത്തോളം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് ഏത് സ്വലാത്ത് ചെല്ലുന്നുണ്ടെങ്കിലും ആ സ്വലാത്തിന് ഹബീബായ തങ്ങളുടെ പേരുണ്ട്. നമ്മൾ പറഞ്ഞിരുന്ന സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ പേര്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ പേര്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം സ്വലാത്ത് ഹബീബായ തങ്ങളുടെ പേര് മനസ്സറിഞ്ഞിട്ട് ഒരു തവണ ചെല്ലുന്നുണ്ടെങ്കിൽ പോലും അതിന് വലിയ വർക്കത്താണ്. അതുകൊണ്ട് എത്രയോ ആളുകൾക്ക് വലിയ സ്ഥാനങ്ങളും ബഹുമാനങ്ങളും അന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സറിഞ്ഞ് ഇതുപോലെയുള്ള ദിവസങ്ങൾ വരുമ്പോ സ്വലാത്ത് കൊണ്ട് ഹബീബായ തങ്ങളെ ഓർക്കാം. പടച്ചറബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ പണ്ട് മുതൽ നമ്മുടെ ചെറിയ സംസാരം തുടങ്ങിയ കാലത്ത് നമ്മുടെ ഉമ്മമാരും നമുക്ക് പഠിപ്പിച്ച പേരാണ് ആദ്യം അല്ലാഹ്, എന്നിട്ടോ മുഹമ്മദ് എന്ന പേരാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു വെറുപ്പമില്ലാതെ ഇഷ്ടത്തോട് സന്തോഷത്തോട് ഞങ്ങൾ ആ പേര് പറയുന്നു, കേൾക്കുന്നു, മനസ്സിൽ കൊണ്ടു നടക്കുന്നു. പടച്ചവനെ അതിന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും നമ്മുടെ മരണവും മരണാനന്തര ജീവിതവും നീ റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരണേ. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ തിരു കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറും വെള്ളം വാങ്ങി കുടിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക്, നമ്മുടെ വീട്ടുകാർ, നാട്ടുകാർ, കുടുംബങ്ങൾ, അയൽവാസികൾ, നമ്മുടെ സ്നേഹിതന്മാർ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവർ, നമ്മിൽ നിന്ന് മരിച്ചുപോയവർ എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടുത്തെ പരിശുദ്ധമായ ശഫാഅത്തുൽ ഉദ്മയിൽ ഒരുമിച്ച് കൂടാനുള്ള അവസരം നൽകണേ അല്ലാഹ്. അവിടുത്തെ ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന പതാകയുടെ താഴ്ഭാഗത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ബഹുമാനങ്ങളും കറാമത്തുകളും നാളെ നടക്കാറുണ്ടോ അതൊക്കെയും ഏറ്റുവാങ്ങി സന്തോഷിക്കാൻ അവിടുത്തെ ഉമ്മത്തീങ്ങളായ ഉമ്മത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തീങ്ങളായ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടുത്തെ മുഅ്ജിസത്ത് കൊണ്ട് അവിടുത്തെ ഫضل കൊണ്ട് നമ്മുടെ അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെ ദുആ വസിയത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, ശാരീരികമായി ബുദ്ധിമുട്ടുകൊണ്ട് ബേജാറായ ആളുകൾ എല്ലാവർക്കും നീ ശിഫാഅ നൽകുന്നു, ശിഫാഅ നൽകുന്നു, ശിഫാഅ നൽകുന്നു. പടച്ചവനെ കടങ്ങളുണ്ടല്ലോ അത് വീടാനുള്ള വഴികളെ എളുപ്പമാക്കണേ അല്ലാഹ്. ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും ഹബീബായ തങ്ങളെ സ്വപ്നത്തിലൂടെ ദർശിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. എത്ര ആളുകളുണ്ട് ഹബീബായ തങ്ങളെ കണ്ട സന്തോഷം പറഞ്ഞ ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോണ്ട് അല്ലാഹ്. നിരന്തരമായി അവർ എത്രയോ തവണ ഹബീബായ തങ്ങളെ കണ്ട ആളുകളുണ്ട്. അതുപോലെ സാധുക്കളായ ഞങ്ങൾക്ക് നമ്മുടെ കണ്ടുകൊണ്ട് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൊണ്ട്
ഇന്ന് വരെ പടച്ചവനെ ഹബീബിനെ കാണാൻ കഴിയാത്തവരാണ്. അല്ലാഹ് ഒരിക്കലെങ്കിലും മരണത്തിന് മുമ്പ് ആ പൂമുഖം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. മരിക്കുന്ന സമയത്തെങ്കിലും ഹബീബായ തങ്ങളൊന്ന് നമ്മുടെ കണ്ണുകൾക്ക് കാണിച്ചു താറോടെ യാ അല്ലാഹ്. ആ പൂമുഖം കണ്ട് സന്തോഷിച്ച് ആസ്വദിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എത്ര കുടുംബങ്ങൾ യാ അല്ലാഹ് പടച്ചവനെ, നമ്മുടെ ഉപ്പമാരിൽ ഉമ്മമാരിൽ നമ്മുടെ കുടുംബക്കാരിൽ നാട്ടുകാരിൽ അയൽവക്കക്കാരിൽ പടച്ചവനെ പലരും വിട പറഞ്ഞു പോയ അല്ലാഹ്. കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ ഫൈസി ഉസ്താദ് അപകടത്തിൽപ്പെട്ട് 2 ആഴ്ച മുമ്പ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനെ മരിച്ചുപോയിരുന്നു. വളരെ ഗുരുതരാവസ്ഥയിലായിരുന്ന കൂട്ടുകാരൻ കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അങ്ങനെ എത്ര മരണങ്ങൾ പലപ്പാടിയിൽ വെച്ച് മദ്രസ വിട്ടുപോകുന്ന 8ാം ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടി ഇന്നലെ മരിച്ചുപോയി. അങ്ങനെ എത്ര മരണങ്ങൾ നമ്മുടെ മക്കളെ നീ കാക്കണേ അല്ലോ. ഈ മദ്രസയിൽ 2 റോഡ് കടന്നിട്ട് വരുന്ന മക്കളാണ്, 100 കണക്കിലുള്ള മക്കൾ. ഒരു അപകടത്തിൽ നീ പെടുത്തല്ലേ അല്ലോ. ഇന്ന് വരെ നീ കാത്തവനാണ് പഠിച്ചവൻ. ആ സംരക്ഷണം എപ്പോഴും നമ്മുടെ മദ്രസയിൽ ഓതുന്ന ഖുർആനിന്റെ ബറക്കത്തുകൊണ്ട്, ചെല്ലുന്ന സ്വലാത്തിന്റെ ബറക്കത്തുകൊണ്ട്, പഠിക്കുന്ന ഇൽമിന്റെ ബറക്കത്തുകൊണ്ട് ആ സംരക്ഷണം എപ്പോഴും നിലനിർത്തണേ അല്ലാഹ്. ഒരു അപകടത്തിലും ഞങ്ങളെയോ നമ്മുടെ മക്കളെയോ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന ആരെയും നീ പെടുത്തല്ലേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. മരിച്ചുപോയ അവരുടെ കുടുംബങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ലാഹ്. സബർ നൽകണേ അല്ലാഹ്. മരിച്ചുപോയ ആളുകൾക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. യാ അല്ലാഹ് നമ്മുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. وبفضله صلى الله على محمد صلى الله عليه